30 ഗാന്ധിജി പതിവുള്ള പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് അല്പം വൈകിയാണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത്. ഡൽഹിയിൽ ഏതാണ്ട് 1 വർഷത്തോളമായി ഗാന്ധിജി താമസിക്കുന്നുണ്ടായിരുന്നു. ബിർള ഹൗസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അന്ന് രാവിലെ ഗാന്ധിജിയെ കാണാൻ വന്ന 2 പേർ ഡൽഹിയിലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ പ്രമുഖരായ 2 പുരോഹിതന്മാരാണ്. ഡൽഹി ശാന്തമായോ, നിങ്ങൾ സുരക്ഷിതരായോ എന്ന് ഗാന്ധിജി അവരോട് ചോദിക്കുന്നുണ്ട്. ഗാന്ധിജി വാർധയിലെ തൻ്റെ ആശ്രമത്തിലേക്ക് പോയിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞില്ല. ഫെബ്രുവരി 2-ാം തീയതി അദ്ദേഹം വാർധയിൽ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഡൽഹി താനില്ലാത്തൊരു സമയത്ത് കലാപത്തിലേക്ക് പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം അന്ന് രാവിലെയും തൻ്റെ യാത്ര അന്തിമമായി തീരുമാനിച്ചിരുന്നില്ല. തന്നെ കാണാൻ വന്ന മുസ്ലിം പണ്ഡിതന്മാരോട് എന്താണ് ഡൽഹിയിലെ സ്ഥിതി എന്ന് അദ്ദേഹം ആരാഞ്ഞു. ഡൽഹി ശാന്തമാണെന്നും ഗാന്ധിജിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി കലാപങ്ങളൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടെന്നും അങ്ങേക്ക് ധൈര്യമായി വാർധയിലേക്ക് പോകാമെന്നും അവർ ഗാന്ധിജിയോട് പറഞ്ഞു. തൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളോട് ഗാന്ധിജി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഗാന്ധിജിയെ കാണാനായി കുറേയേറെ പേർ വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, ചരിത്ര പണ്ഡിതയായ രാധാകുമാർ മുഖർജിയുണ്ട്, ചില പത്രപ്രവർത്തകരുണ്ട്. ഏറ്റവും ഒടുവിൽ 4:20 ഗാന്ധിജിയെ കാണാൻ സർദാർ വല്ലഭായ് പട്ടേൽ വന്നു. പട്ടേലുമായി ഗാന്ധിജി ഏതാണ്ട് 3/4 മണിക്കൂറോളം സംസാരിച്ചു. നെഹ്റുവുമായി പട്ടേലിനുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളെ കുറിച്ചാണ് അവർ തമ്മിൽ സംസാരിച്ചത്. 5 മണിക്കാണ് ഗാന്ധിയുടെ പതിവ് പ്രാർത്ഥനാ സമ്മേളനം. ഗാന്ധി വൈകുന്നത് വളരെ വെറുത്തിരുന്ന ഒരാളാണ്. ഗാന്ധിയുടെ അവസാന വാക്യങ്ങളിലൊന്ന് 5:10 കഴിഞ്ഞ് അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തിടുക്കപ്പെട്ട് പ്രാർത്ഥനാവേദിയിലേക്ക് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സഹായികളിൽ ഒരാൾ 2 പേർ കത്തിയവാറിൽ നിന്ന് 2 തൊഴിലാളികൾ ഗാന്ധിജിയെ കാണാൻ വന്നിട്ടുണ്ട്, അവർക്ക് സമയം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞ വാക്യം ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനായോഗം കഴിഞ്ഞ് കാണാമെന്ന് അവരോട് പറയൂ, ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ അവരെ അപ്പോൾ കാണാം എന്ന് ഗാന്ധിജി പറയുന്നു. തിടുക്കപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥനാവേദിയിലേക്ക് നടന്നു. ഗാന്ധിയുടെ സഹായികളായ 2 പെൺകുട്ടികൾ ആഭയും മനുവും, അതിൽ മനുവിനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം, വൈകിയെത്തുന്നത് ഞാൻ വല്ലാതെ വെറുക്കുന്നു, ഐ ഹേറ്റ് ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞ് നിശബ്ദമായി നടക്കുന്ന വഴിയിലാണ് ഗോഡ്സെ പ്രത്യക്ഷപ്പെടുന്നത്. ഗാന്ധിയെ വണങ്ങാനെന്ന മട്ടിൽ ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞ് നിവർന്ന് കൈത്തോക്കെടുത്ത് ഗാന്ധിയുടെ ഏതാണ്ട് 2 അടി അകലെ നിന്ന് ഗാന്ധിയുടെ നാട്ടിലേക്ക് നിറയൊഴിച്ചു. 5:15 മുമ്പായി ഗാന്ധിജി മരിച്ചു. ഗാന്ധിജിയെ കൊല്ലാനുള്ള ശ്രമം 5ാമത്തേതാണ് വിജയത്തിലെത്തിയത്. കൃത്യം 10 ദിവസം മുമ്പ് അതേ വേദിയിൽ ഗോഡ്സെയും ഗാന്ധി വധക്കേസിലെ കൂട്ടാളികളും എത്തിയിരുന്നു. മദൻലാൽ പക്വ എന്നു പേരായ
ഈ വധക്കേസിലെ മറ്റൊരു പ്രതി അന്ന് ബോംബെറിഞ്ഞെങ്കിലും ആ ബഹളത്തിനിടയിൽ ഗാന്ധിജിയെ വെടിവെക്കാനായി നിയോഗിച്ചിരുന്ന ആൾക്ക് അത് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ട് 20-ാം തീയതിയിലെ വധശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. ബോംബ് പൊട്ടി ചെറുതായി, ചെറിയ അസ്വാസ്ഥ്യങ്ങളുണ്ടായി. ഗാന്ധിജി അതിനുശേഷവും സംസാരിച്ചു. എന്തായിരുന്നു ഗാന്ധിജി വധത്തിന്റെ പിന്നിലെ പ്രേരണ? ഒരർത്ഥത്തിൽ ഇന്നീ സമ്മേളനത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യമാണ് അതിന്റെ പ്രേരണ. ഒന്നിച്ചിരിക്കാം. ഗാന്ധിജി ഇന്ത്യയിലെ മനുഷ്യർ ഒന്നിച്ചിരിക്കണം എന്ന് കരുതിയ ഒരാളായിരുന്നു. മറ്റൊന്നുകൊണ്ടും വിഭജിക്കപ്പെട്ടുകൂടാത്ത ഒന്നാണ് ഈ രാജ്യത്തെ ജനജീവിതം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സവിശേഷത, ഗാന്ധിജി പരിവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. ഗാന്ധിജി അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരുന്നവരാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നത്, അഭിപ്രായ സ്ഥിരതയുടെ പേരിൽ സത്യത്തെ മറച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഗാന്ധിജി പലതവണ പുതുക്കി പണിതുകൊണ്ടാണ്. എന്തായിരിക്കണം മതത്തിന് രാഷ്ട്രീയവുമായുള്ള ബന്ധം? ആദ്യകാലങ്ങളിൽ ഗാന്ധിജി കരുതിയിരുന്നത് മതം രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യമായ ഒരു ഭാഗമാണ് എന്നാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗാന്ധിജി മതം എന്ന് പറയുന്നത് ഇന്നീ മതഭ്രാന്തന്മാർ ചുമന്നുകൊണ്ട് നടക്കുന്ന ആചാരങ്ങളോ വിശ്വാസ സംഹിതകളോ പള്ളികളോ അമ്പലങ്ങളോ ഒന്നുമല്ല. ഗാന്ധിജിക്ക് മതം എന്ന് പറയുന്നത് ആഴമേറിയ ഒരു ധാർമ്മിക ബോധമാണ്. ഒരുപക്ഷെ നമ്മുടെ മതജീവിതത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി പിൻവാങ്ങിപ്പോയ ഒരു മൂല്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ മതജീവിതത്തിൽ മതമെന്നതോ ദൈവബോധം എന്നതോ ഒരു ധാർമ്മിക ബോധമായിരിക്കണം എന്ന പരിഗണന അവസാനത്തെ പരിഗണനയായി പോലും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിജി മതത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് പറയുമ്പോൾ ഇന്നത്തെ മതഭ്രാന്തന്മാരുടെ മതത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടതെന്ന് 1% പോലും ധരിക്കരുത്. ഗാന്ധിജിക്ക് മതം വലിയ ഒരു നീതിബോധത്തിന്റെ പേരായിരുന്നു, ധാർമ്മിക ശക്തിയുടെ പേരായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് മതം വേണം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. 1910 മുതൽ 30 വരെയുള്ള ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ആലോചനകളിലൊക്കെ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. മതത്തിന് രാഷ്ട്രീയത്തിന് മതാടിസ്ഥാനം വേണം. മതം എന്നതൊരു ധാർമ്മിക ശക്തിയാണ്. മതത്തെ അദ്ദേഹം നിർവചിച്ചത് വളരെ സവിശേഷമായ രീതിയിലാണ്. മോറൽ ഓർഡറിംഗ് ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ ഒരു ധാർമ്മിക ക്രമത്തിന്റെ പേരാണ് മതം എന്നാണ് ഗാന്ധിജി കരുതിയത്. അല്ലാതെ ആ ധാർമ്മിക ക്രമത്തിന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ സിഖ് എന്നോ പാഴ്സി എന്നോ ഭേദമൊന്നുമില്ല. ഇവയെയൊക്കെ അത് ലയാത്മകമായി ഹാർമോണിയസായി അവയെ മറികടക്കും എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 1910-20 ഘട്ടത്തിലൊക്കെ ഗാന്ധിജി മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ചില വാക്യങ്ങളും വാചകങ്ങളും എടുത്ത് രാഷ്ട്രീയത്തിന് മതാടിസ്ഥാനം വേണമെന്ന ഗാന്ധിയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ഹിന്ദുത്വത്തിന്റെ ഒരു സവിശേഷ രീതി എന്താന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആധുനിക സമൂഹ രൂപീകരണത്തിന്റെ ചരിത്രത്തിലോ യാതൊരു പങ്കുമില്ലാത്ത ഒന്നാണ് ഹിന്ദുത്വം എന്നതുകൊണ്ട്, ഹൈന്ദവ വർഗീയവാദം എന്നതുകൊണ്ട് അവർ പൊതുവെ ചെയ്യുന്നത് ഗാന്ധിജിയെ, അംബേദ്കറെ, നാരായണ ഗുരുവിനെ അങ്ങനെ ആരെയൊക്കെ സ്വാംശീകരിക്കാനോ ഉപയോഗപ്പെടുത്താനോ കഴിയുമോ അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള വിപുലമായ ശ്രമമാണ് അവർ നടത്തുന്നത്. ഇന്ന് നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് രക്തസാക്ഷി ദിനം ആചരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാലയങ്ങളിൽ വന്ന സർക്കുലർ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായിട്ടല്ല, രക്തസാക്ഷികളുടെ പൊതുദിനമായിട്ടാണ്. കൂട്ടത്തിലെ ഗാന്ധി മരിച്ചു പോയിട്ടുണ്ടാവും. ഗുജറാത്തിലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റോ മറ്റോ 2 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു വാക്യമാണ്, ഗോഡ്സെ ദേശസ്നേഹിയായിരുന്നു, ഗാന്ധിയും. അതുകൊണ്ട് മാറി വരുന്ന ഈ യുക്തിയുടെ ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നു ഗാന്ധിജി പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന കാര്യം കൂടുതൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഗാന്ധിജി, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ
ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹം മതത്തെ ഒരു ധാർമ്മിക ശക്തിയായി കാണുകയും മനുഷ്യർ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന, നീതിപൂർവം തമ്മിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു ജീവിതക്രമത്തിന്റെ അടിസ്ഥാനമായി മതം വേണം എന്ന് കരുതുകയും ആ മതം രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കണമെന്ന് വാദിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അത്തരമൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പ്രത്യേകിച്ചും 1940 എത്തുമ്പോൾ, 40കളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് നീങ്ങുന്നു. മതാടിസ്ഥാനത്തിൽ 2 രാജ്യങ്ങളായി ഇന്ത്യ മാറണം എന്ന വാദം ശക്തിപ്പെട്ടു തുടങ്ങുന്നു. ഇന്ത്യയിൽ വർഗീയതയുടെ വലിയ വെല്ലുവിളികൾ ഉയരാൻ തുടങ്ങുന്നു. ഹിന്ദു മഹാസഭ 1920കളിൽ തന്നെ ശക്തമാണ്. 1920കളിൽ RSS വന്നു. മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം എന്ന സങ്കല്പം ശക്തമായി ഉന്നയിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ മതം എന്നത് ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കാവുന്ന ഒരു ശക്തിയായി മാറി എന്ന ഒരു തിരിച്ചറിവിന്റെ സന്ദർഭത്തിൽ ഗാന്ധിജി ഇതേക്കുറിച്ച് ഉള്ള തന്റെ ബോധ്യങ്ങളെ അഴിച്ചു പണിയുന്നുണ്ട്. 1940കളിൽ ഗാന്ധിജി ഉടനീളം പറഞ്ഞൊരു കാര്യം, മതം ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഏതാണ്ട് 40കൾക്ക് ശേഷം മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും ഒക്കെ ഗാന്ധിജി ആവർത്തിക്കുന്ന കാര്യമാണ്. അദ്ദേഹം 1946 ഒരു ക്രൈസ്തവ പുരോഹിതനുമായി നടത്തുന്ന സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരൊറ്റ ദിവസത്തേക്ക് ഈ രാജ്യത്തിന്റെ പരമാധികാരിയായാൽ, സർവാധികാരിയായാൽ രാഷ്ട്രത്തെയും മതത്തെയും സമ്പൂർണമായി വേർപെടുത്തും. സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ ഷുഡ് ബി സെപ്പറേറ്റ്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു ജനവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് ആ തകർത്ത സ്ഥലത്ത് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം പണിയാൻ ഉത്തരവിട്ട് ആ ഉത്തരവിന്റെ ഔദ്യോഗികമായ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നടത്തി ഈ രാജ്യം ഒരു മതരാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, അനൗപചാരികമായെങ്കിലും പ്രഖ്യാപിക്കുന്ന നടപടിക്ക് പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്തതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒരൊറ്റ മതത്തിൽപ്പെട്ടവരായാലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല, രാഷ്ട്രമതമില്ല. ഒരു രാജ്യത്തെ 100-ൽ 100 പേരും ഒരു മതത്തിൽപ്പെട്ടവരായാലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല എന്ന ഖണ്ഡിതമായ നിലപാട് 40കളിൽ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഉടനീളം അദ്ദേഹം ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്രൈസ്തവ പുരോഹിതനുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മതത്തിന് വേണ്ടി മരിക്കും. ഐ സ്വിയർ ബൈ മൈ റിലീജിയൻ. എൻ്റെ മതത്തെ ചൊല്ലി ഞാൻ ആണയിടുന്നു. ഐ വിൽ ഡൈ ഫോർ ഇറ്റ്. ഞാൻ അതിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്. പക്ഷേ അത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഈ ഭരണകൂടത്തിന്, രാഷ്ട്രത്തിന് അതിൽ യാതൊരു കാര്യവുമില്ല. ഉടനീളം അദ്ദേഹത്തിന്റെ നിലപാടിതാണ്. 1910-ലും 20-ലും ഒക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു ഗാന്ധിയുടെ കാഴ്ചപ്പാട്. ഇത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചാൽ, ഗാന്ധിജി കൊല്ലപ്പെട്ടത് യാദൃച്ഛികമായിട്ടല്ല. കാരണം അദ്ദേഹം മതത്തെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിനെതിരെ ഇന്ത്യയിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ ശക്തി സ്രോതസ്സിന്റെ പേരായിരുന്നു ഗാന്ധിജി. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് 2 ധാരകളെ കാണാൻ പറ്റും. ഒന്ന്, പ്രാചീനമായ ഒരു ജനതയുടെ സംസ്കാരം എന്നെല്ലാം പറഞ്ഞ്, സംസ്കാരമാണ് ദേശീയതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ്, ആ ദേശീയതയുടെ സംസ്കാരത്തിന്റെയും മറവറ്റി നിന്ന് മതരാഷ്ട്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം 1920കൾ മുതൽ ഇന്ത്യയിൽ വളരെ ശക്തമാണ്. ആ മതരാഷ്ട്രവാദത്തിന്റെ ആദ്യ അവതാരകർ ഹിന്ദു മഹാസഭയാണ്. ആ മതരാഷ്ട്രവാദമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന എല്ലാ വിപത്തിന്റെയും വേര് എന്നത്. ആ മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും വലിയ വക്താവിന്റെ പേരാണ് വീര സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ. വീര സവർക്കർ എന്ന് അവർ വിളിക്കുന്ന വിനായക് ദാമോദർ സവർക്കർ. അദ്ദേഹമാണ് മതത്തെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തെ ഇന്ത്യയിൽ അതിശക്തമായി അവതരിപ്പിച്ചത്. ആ രാഷ്ട്രസങ്കല്പത്തിനെതിരെ ഇന്ത്യയെ മതനിരപേക്ഷമായ, ജനാധിപത്യപരമായ
ഒരു സമൂഹമായി, ഒരു ദേശീയതയായി, ഒരു സംസ്കാരമായി രൂപാന്തരപ്പെടുത്താനുള്ള ഏറ്റവും വലിയ പരിശ്രമത്തിന്റെ പേരായിരുന്നു ഗാന്ധിജിയുടേത്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മറ്റൊരു ഉള്ളടക്കം കൊണ്ടുവന്നു. അത് മതത്തെ മുൻനിർത്തുന്ന ഒരു സംഘാടനയല്ല, അത് ഒറ്റതിരിഞ്ഞ സാഹസിക പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ കൂട്ടിയിണക്കുന്ന, അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന, ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അവതാരകനായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയാണ് നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഓർക്കാം 1920കളിൽ ഇന്ത്യയിൽ ആദ്യത്തെ കർഷക സമരം ആരംഭിക്കുന്നത് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ചമ്പാരനിലെ സത്യാഗ്രഹം. ചമ്പാരനിലെ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കർഷകരെ അക്കാലം വരെ നമ്മുടെ സംസ്കാരത്തിലോ ചരിത്രത്തിലോ നമ്മുടെ സാമൂഹ്യ വിചാരങ്ങളിലോ യാതൊരിടവുമില്ലാത്ത കൃമികീടങ്ങളെപ്പോലെ പുറത്താക്കപ്പെട്ടിരുന്ന ദരിദ്രരായ കോടാനുകോടി മനുഷ്യർക്ക് അവർക്ക് ഇച്ഛയുണ്ടെന്ന്, അവർക്ക് ആത്മബോധമുണ്ടെന്ന്, അവർ അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കാൻ അർഹരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ അവരുടെ ശബ്ദത്തെ നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഏറ്റവും വലിയ വഴി തുറന്നത് ഗാന്ധിജിയായിരുന്നു. അത് അവിടെ അവസാനിച്ചില്ല. നിങ്ങൾ ഗാന്ധിയുടെ സമരമാർഗങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അവസാനത്തെ ആൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന സമരങ്ങളാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. അത് ഉപ്പ് സത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ ഖാദിയാണ്. നിങ്ങളൊരു വസ്ത്രം ധരിക്കുമ്പോൾ, നിങ്ങൾ നൂല് നോക്കുമ്പോൾ, നിങ്ങൾ വിദേശ വസ്ത്രം വേണ്ടാന്ന് ധരിക്കുമ്പോൾ, കരുതുമ്പോൾ നിങ്ങൾ സമരം ചെയ്യുകയാണ് എന്ന് വരുന്നു. അതല്ലാതെ എല്ലാവരും തെരുവിലിറങ്ങി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പടമയക്കുമ്പോഴല്ല, ബ്രിട്ടീഷ് ഓഫീസർക്കെതിരെ ബോംബെറിയുമ്പോഴല്ല, പാർലമെന്റിൽ കടന്നു കയറി മുദ്രാവാക്യം വിളിക്കുമ്പോഴല്ല, വീട്ടിലിരുന്ന് നൂല് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിദേശ വസ്ത്രം വേണ്ടെന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ അയിത്തത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഗ്രാമീണമായ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒക്കെ നാം ബ്രിട്ടനെതിരെ സമരം ചെയ്യുകയാണ് എന്നൊരു ബോധ്യമുളവാക്കിക്കൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്നതിനെ കോടാനുകോടി മനുഷ്യരുടെ ഒരു വലിയ ബഹുജന മുന്നേറ്റമാക്കി മാറ്റുന്നതിന്റെ കേന്ദ്രമായിരുന്നു ഗാന്ധിജി. അതോടെ മതത്തെ മുൻനിർത്തിയോ സംസ്കാരത്തെ മുൻനിർത്തിയോ മറ്റു തരത്തിലുള്ള പാരമ്പര്യാവകാശങ്ങളെ മുൻനിർത്തിയോ രാഷ്ട്രത്തെ നിർവചിക്കാനുള്ള മതവർഗീയവാദികളുടെ, മതരാഷ്ട്രവാദികളുടെ ശ്രമത്തെ അദ്ദേഹം മറികടക്കുന്നു. ആ മറികടക്കലാണ് വാസ്തവത്തിൽ ഹിന്ദു മഹാസഭയും RSSും ഹൈന്ദവ വർഗീയവാദികളും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്ര സങ്കല്പത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തുറസുണ്ടാക്കിയത്. കോടാനുകോടി മനുഷ്യർ കൂടിച്ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധതയിൽ ജാതികളെയും മതത്തെയും സംസ്കാരത്തെയും ഭാഷയെയും ഒക്കെ മറികടക്കുന്ന ഒരു ഐക്യമുന്നണിയായി ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ കൂട്ടിയിണക്കുന്ന ഒരു ശക്തിയായി ഗാന്ധിജിയുടെ നേതൃത്വം ഉയർന്നു വന്നു. ഇതാണ് വാസ്തവത്തിൽ ഗാന്ധിജിക്കെതിരെയുള്ള ഹിന്ദുത്വത്തിന്റെ നിർണായകമായ വിദ്വേഷത്തിന്റെ അടിസ്ഥാനം. ഗോഡ്സെ കുറ്റവിചാരണ വേളയിൽ ഗോഡ്സെ കോടതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഗാന്ധിജിയെ കൊന്നത് അദ്ദേഹത്തോടുള്ള വിദ്വേഷം കൊണ്ടല്ല, വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. അദ്ദേഹം ഗാന്ധിജിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 തകരാറുകൾ, ഗാന്ധിജിക്കെതിരായ ഗോഡ്സെയുടെ കുറ്റാരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം ഹിന്ദു മതത്തെ ദുർബലപ്പെടുത്തി എന്നതാണ്. അഹിംസയെ മതത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദു മതത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച ഒരാളായിട്ടാണ് ഗോഡ്സെ ഗാന്ധിജിയെ കാണുന്നത്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് തുല്യമായ പദവി മുസ്ലിങ്ങൾക്കും ഇതര മതക്കാർക്കും അദ്ദേഹം നൽകി എന്നതാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തെ മതാധിഷ്ഠിതമായി ഉറപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിനെതിരെ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ അണിനിരത്തി എന്ന് മാത്രമല്ല, ഇന്ത്യൻ ദേശീയതയുടെ ആധാരത്തിൽ മതപരമായ ഒരു സ്വത്വത്തിന് പകരം ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു സ്വത്വത്തെ, ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരൈക്യബോധത്തെ അദ്ദേഹം ഇന്ത്യൻ ദേശീയതയുടെ ആധാരമാക്കി മാറ്റി. വാസ്തവത്തിൽ ഹിന്ദുത്വം, ഹൈന്ദവ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ വിപരീത ശക്തിയാണ്. കാരണം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അത് പങ്കെടുത്തിട്ടേയില്ല. സവർക്കറാകട്ടെ,
ഗോൾവൽക്കറാകട്ടെ, ഹിന്ദുത്വത്തിന്റെ പ്രചാരകന്മാരാകട്ടെ, ഇവരെല്ലാം തന്നെ ഏറിയും കുറഞ്ഞും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുകയും ബ്രിട്ടനെതിരെ സമരം ചെയ്ത് യുവത്വം ഊർജം പാഴാക്കരുത് എന്ന് പരസ്യമായി പറയുകയും എന്നെ വിട്ടയച്ചാൽ എന്റെ പിന്തുണ മാത്രമല്ല എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പു തരാൻ എനിക്ക് കഴിയുമെന്ന് മാപ്പപേക്ഷ നിരന്തരം എഴുതുകയും ഒക്കെ ചെയ്ത ആളുകളാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന്റെ വലിയ നേതാക്കൾ. സവർക്കറാകാം, സവർക്കറുടെ അനേകം മാപ്പപേക്ഷകളുണ്ട്. ആ മാപ്പപേക്ഷകളിൽ മൂപ്പര് നൽകുന്ന ഒരു വാഗ്ദാനം ഇതാണ്: ഇന്ത്യയിലെ കോടാനുകോടി ചെറുപ്പക്കാരുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പു തരാം എനിക്ക് കഴിയും എന്നാണ്, എന്റെ അനുയായികളായി. അതുകൊണ്ട് ദേശീയതയുടെ ചരിത്രം എടുക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിപരീത ശക്തിയാണ്, അതിനെതിർന്ന ശക്തിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് അനുകൂലമായ നിലപാടെടുത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ അകമേ തകർക്കാൻ ശ്രമിച്ച, അതിനകത്ത് മതപരമായ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ച, അതുവഴി മതരാഷ്ട്രം എന്ന യുക്തിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഹൈന്ദവ വർഗീയതയുടെ. എത്രയും വഴികൾ നമുക്കതിൽ കാണാൻ പറ്റും. ഗാന്ധിജി ആകട്ടെ ഇതിന്റെ നേരെ മറുപുറത്ത് അദ്ദേഹം താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ആളാണ്. ആ ഹിന്ദു ആയിരിക്കുന്നത് കൊണ്ട് താൻ, അദ്ദേഹത്തിന്റെ വലിയൊരു വാക്യമുണ്ട്, ഞാൻ ഒരു ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമനായ മുസൽമാനും ഉത്തമനായ സിഖും ഉത്തമനായ ക്രിസ്ത്യാനിയും ഉത്തമനായ പാഴ്സിയുമാണ് എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനായോഗങ്ങളിൽ നിരന്തരം ആലപിക്കപ്പെട്ട ഒരു വാക്യം ഈശ്വര അള്ളാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ എന്നാണ്. അതുകൊണ്ട് മതം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എ മോറൽ ഓർഡറിംഗ് ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ ഒരു ധാർമ്മിക ക്രമത്തിന്റെ പേരാണ് മതമെന്ന്. ആ മതത്തിൽ ഹിന്ദു എന്നോ സിഖ് എന്നോ മുസൽമാൻ എന്നോ ഉള്ള വേർതിരിവുകൾക്ക് അർത്ഥമില്ലെന്നും അതൊരു ധാർമ്മിക ശക്തിയാണ് എന്നുമുള്ള ബോധ്യത്തിലാണ് അദ്ദേഹം മതത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ ബോധ്യം പോലും അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഉപേക്ഷിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഭരണകൂട പ്രക്രിയകളിൽ നിന്നും മതം സമ്പൂർണമായി മാറി നിൽക്കണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. റിലീജിയൻ ഈസ് എ പ്യുവർലി പേഴ്സണൽ മാറ്റർ. സമ്പൂർണമായും അതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതിന് രാഷ്ട്ര ജീവിതത്തിൽ, രാഷ്ട്ര ശരീരത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് 1940-കളിൽ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഒരു ഘട്ടത്തിൽ മതത്തെ ഒരു ധാർമ്മിക ശക്തിയായിട്ട് സങ്കല്പിക്കുകയും ആ ധാർമ്മിക മൂല്യം മതത്തിലൂടെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാമെന്ന് ആലോചിക്കുകയും ചെയ്തിരുന്ന ഗാന്ധിജി 1940-കളാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ അത്ര അടുത്ത് കണ്ടതുകൊണ്ട് ധാർമ്മികമായ ഒരു ശക്തിയായിട്ടല്ല മതം പ്രവർത്തിക്കുന്നത് എന്നും അത് വിദ്വേഷത്തിന്റെ, പരസ്പര വൈര്യത്തിന്റെ, ഹിംസയുടെ ഉപകരണമായി മാറുകയാണ് എന്നും തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം മതത്തെ വ്യക്തിപരമായ ഒരു തലത്തിൽ ഒതുക്കി നിർത്തണമെന്നും അതിന് രാഷ്ട്ര ശരീരത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പങ്കും ഉണ്ടാകരുത് എന്നും പറയുന്ന ഒരു നിലപാടുണ്ട്. മറുഭാഗത്ത് മതാധിഷ്ഠിതമായി ഒരു രാഷ്ട്രത്തെ സങ്കല്പിച്ച ഹൈന്ദവ വർഗീയ പാരമ്പര്യത്തിനെതിരെ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ മതനിരപേക്ഷമായ, ബ്രിട്ടീഷ് വിരുദ്ധമായ, ജനകീയമായ ഒരു ദേശീയതാ ബോധത്തിലേക്ക് കൂട്ടിയിണക്കുന്ന ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി പ്രവർത്തിച്ചതിന്റെ പാരമ്പര്യവും ഗാന്ധിജിയിലുണ്ട്. ഈ രണ്ട് പാരമ്പര്യങ്ങളാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന്റെ കേന്ദ്ര എതിരാളിയായി ഗാന്ധിജിയെ മാറ്റി തീർത്തത്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊല്ലണം എന്ന് ഗോഡ്സെ തീരുമാനിക്കുന്നത്. അത് ഒറ്റയ്ക്കൊരാളുടെ തീരുമാനമല്ല, ഒറ്റയ്ക്കൊരാളായി ചെയ്തതല്ല. ഗാന്ധിജിയെ കുറിച്ച് ഹിന്ദുത്വത്തിന്റെ പ്രതിനിധികൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്യങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും കടന്നുപോയാൽ നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് അവർ ഗാന്ധിജിയെ മനസ്സിലാക്കിയിരുന്നത്? ഇപ്പോൾ ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഗോഡ്സെ ഗാന്ധിജിയുടെ വധക്കേസിനെ കുറിച്ച്, പിന്നീട് വധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടക്കുകയുണ്ടായി. ആ അന്വേഷണങ്ങളൊക്കെ ജസ്റ്റിസ് കപൂർ എന്നു പേരായ
ഒരു സുപ്രീം കോടതി ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഇതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ആ കമ്മീഷൻ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സവർക്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട വിദ്വേഷഭരിതമായ മതവർഗീയതയുടേതായ ആശയ സ്രോതസ്സിൽ നിന്നാണ് ഗാന്ധിവധത്തിൻ്റെ ആരംഭം. PN ഗോപികൃഷ്ണൻ അതേക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്: സവർക്കർ എന്ന കൈത്തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ. ഗോഡ്സെ അല്ല കൈത്തോക്ക്, ഗോഡ്സെ പിടിച്ച കൈത്തോക്കുമല്ല. ആ കൈത്തോക്കിന്റെ സ്രോതസ് സവർക്കറാണ്. ആ കൈത്തോക്കിൽ നിന്നാണ് ഗോഡ്സെ എന്ന വെടിയുണ്ട പുറപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം, ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് നിങ്ങൾക്ക് ഈ സവർക്കറുടെ ചിത്രം കാണാം. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന്റെ മറുപുറത്ത് സവർക്കറുടെ ചിത്രം. ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്നു സവർക്കർ. അന്ന് വേണ്ടത്ര തെളിവുകൾ കിട്ടാത്തത് കൊണ്ട് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടതാണ്. ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്നു. ഈ കൊലയാളികളെല്ലാം വധത്തിന് മുമ്പ്, ഗാന്ധി വധത്തിന് മുമ്പ് സവർക്കറെ കാണാൻ ചെന്നതായും അദ്ദേഹം അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിയതായും അതിലൊരാൾ നൽകിയ മൊഴി ജസ്റ്റിസ് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിജയിച്ചു വരൂ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ 1910 മുതൽ വാസ്തവത്തിൽ സവർക്കർ ഗാന്ധിയുടെ വിപരീത പക്ഷമാണ്. സവർക്കറുടെ യുക്തിക്കെതിരെയാണ് ഗാന്ധിജി നിരന്തരമായി പോരടിച്ചുകൊണ്ടിരുന്നത്. കാരണം സവർക്കർ എന്നത് രണ്ട് നിലയിലാണ്. ഒന്ന്, ഹിംസാത്മകമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ മോചിപ്പിക്കുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയാണ് എന്നും അദ്ദേഹം കരുതി. ഈ രണ്ട് ബോധ്യങ്ങളോടും അടിമുടി വിയോജിച്ച ആളായിരുന്നു ഗാന്ധിജി. ആ വിയോജിപ്പാണ് ഗാന്ധിജിയെ മതത്തെക്കുറിച്ചുള്ള പുനരാലോചനയിലേക്ക് കൊണ്ടുപോയത്, ദേശീയതയെ മതനിരപേക്ഷമായി മനസ്സിലാക്കുന്നതിലേക്ക് നയിച്ചത്, അഹിംസ എന്നതിനെ ഒരടിസ്ഥാന തത്വമായി, ഒരു ധാർമ്മിക മൂല്യമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കാരണമായത്. ഇങ്ങനെ മതത്തിന്റെ ചരിത്രത്തിലും ദേശീയതയുടെ ചരിത്രത്തിലും ഹിന്ദുത്വം എന്താണോ ചെയ്യാൻ ശ്രമിച്ചത് അതിന്റെ മറുപുറത്ത് അതിന്റെ വിപരീത നിലയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി ആയിരുന്നു ഒരർത്ഥത്തിൽ ഹിന്ദുത്വത്തിന്റെ വിജയ യാത്രയിലെ ഏറ്റവും വലിയ തടസ്സം. കാരണം ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ കൂട്ടിയിണക്കാനും അവർക്കിടയിലെ ഒരു സംയോജക ശക്തിയായി പ്രവർത്തിക്കാനും ഗാന്ധിജിക്ക് കഴിഞ്ഞിരുന്നു. ആ സംയോജക ശക്തി ഹിന്ദുത്വം നടപ്പാക്കിയെടുക്കാൻ ശ്രമിച്ച മതരാഷ്ട്രബോധത്തെ അകമേ ചെറുത്തു നിന്ന ഒന്നായി ദീർഘകാലം പ്രവർത്തിച്ചു. സമ്പൂർണമായിട്ട് ഗാന്ധിജിയും വിജയിച്ചൊന്നുമില്ല കേട്ടോ. വിഭജനകാലത്ത് ഗാന്ധിജി രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കാൻ പലപാട് ശ്രമിച്ചു. ഇന്ത്യ വിഭജനം പാടില്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നു. അദ്ദേഹം അതിലെല്ലാം പരാജയപ്പെട്ടു. താനൊരു പരാജിതനായ മനുഷ്യനാണ് എന്ന് അവസാന കാലത്ത് ഗാന്ധിജി കരുതിയിരുന്നു. 1947 ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്തെ അവസാനത്തെ ജന്മദിനം. അദ്ദേഹത്തിന് ധാരാളം പേർ ജന്മദിനാശംസകൾ നേർന്നു. അതിനെല്ലാം മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേണ്ടത് ആശംസകളല്ല, അനുശോചന സന്ദേശങ്ങളാണ്. അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഗാന്ധിജി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്യം, ജീവിച്ചിരിക്കുന്നു എന്നതിൽ ഞാനിപ്പോൾ ലജ്ജിക്കുന്നു എന്നാണ്. എൻ്റെ വാക്കുകൾക്ക് യാതൊരു അർത്ഥവുമില്ലാതായിരിക്കുന്നു. അങ്ങനെ താൻ പരാജിതനായ ഒരു മനുഷ്യനാണ് എന്ന വലിയൊരു ബോധ്യം വിഭജനത്തെ തുടർന്ന് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. വിഭജനത്തെ തടയാൻ കഴിയുമെന്നായിരുന്നു ഗാന്ധിയുടെ പ്രതീക്ഷ. പക്ഷേ വിഭജനത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും, മതാടിസ്ഥാനത്തിൽ നടത്തിയ ആ വിഭജനം കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ എത്ര മാരകമായ വെറുപ്പും വിദ്വേഷവുമാണ് നിറച്ചത് എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. ഇന്ന് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹൈന്ദവ വർഗീയതയ്ക്കെതിരെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാകിസ്ഥാൻകാരനാണ് എന്ന് മുദ്രകുത്താൻ അത് മാത്രം മതി. ഇന്ന് നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഹിംസയ്ക്കെതിരെ സംസാരിച്ചാൽ നിങ്ങൾ പാകിസ്ഥാൻ ഏജന്റാണ് എന്ന് പറയുകയും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളാണ് എന്ന് വർഗീയവാദികൾ മുദ്രകുത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരുമിച്ച് നിന്ന മനുഷ്യർ, സഹസ്രാബ്ദങ്ങൾ ഒരുമിച്ച് നിന്ന മനുഷ്യർ
ഇന്ത്യ ചരിത്രത്തിന്റെ ഉത്ഭവസ്ഥാനങ്ങൾ പലതും പാകിസ്ഥാനിലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, മൊഹൻജദാരോ, ഹരപ്പ, മഹാഭാരതത്തിലെ സ്ഥലങ്ങൾ പലതും പാകിസ്ഥാനിലാണ്. അങ്ങനെ എത്രയോ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മുടെ ദേശീയ പതാകയിൽ ഒരു വാക്കുണ്ട്, പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ. ഈ സിന്ധു പാകിസ്ഥാനിലാണ്, ഇന്ത്യയിലല്ല. അതുകൊണ്ട് മനുഷ്യർ ഒരുമിച്ച് നിന്നതിന്റെ ചരിത്രമായിരുന്നു. ആ ഒരുമിച്ച് നിന്ന മനുഷ്യരെ എപ്പോഴോ വന്നു വീണ ഭ്രാന്തമായ മതബോധത്തിന്റെ പേരിൽ വെട്ടിപ്പിളർന്ന് അവരുടെ പൊതുവായ ചരിത്രത്തെ, പൈതൃകത്തെ, ഭാഷയെ, സംസ്കാരത്തെ ഒക്കെ വിദ്വേഷത്തിന്റെ വാൾത്തലപ്പുകൾ കൊണ്ട് വെട്ടിക്കീറിയ ഒരു പ്രക്രിയയായിരുന്നു വാസ്തവത്തിൽ വിഭജനം എന്നത്. ഗാന്ധിജി അത് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ശവത്തിന്റെ മുകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിഭജനം നടപ്പാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കാം. കേട്ടോടിണ്ടോ? അങ്ങനെ വിഭജനം എന്ന് പറയുന്നത് തൽക്കാലത്തേക്കുള്ള ഒരു പ്രതിസന്ധിയല്ല. ഇന്ത്യയുടെ ദീർഘകാല ചരിത്രത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാനിടയുള്ള ഏറ്റവും വലിയ വിപത്ത് മതാടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കുന്നതായിരിക്കും എന്ന് ആദ്യമേ മനസ്സിലാക്കിയ ആളുകളിൽ ഒരാളായിരുന്നു ഗാന്ധിജി. ഒരുപക്ഷെ വിഭജനം ഒഴിവാക്കാൻ ഗാന്ധിജി വച്ച നിർദ്ദേശം അദ്ദേഹത്തിന് മാത്രം സാധ്യമാകുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹം വച്ചത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ്. ജിന്നയെ പ്രധാനമന്ത്രിയാക്കുക, ക്യാബിനറ്റിൽ ജിന്ന അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ നിയോഗിക്കട്ടെ, ഇന്ത്യ വിഭജിക്കേണ്ടതില്ല. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലുള്ള അവിശ്വാസമാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരം ഇതാണ് എന്ന് പോലും ഗാന്ധിജി പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പരിഗണനയിൽ അധികാരം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പരിഗണനയിൽ മതം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പരിഗണനയിൽ ഈ രാജ്യത്തെ ഏറ്റവും നിസ്വരായ മനുഷ്യർ മാത്രം ഉണ്ടായിരുന്നു. ആ നിസ്വരായ മനുഷ്യരെ കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. വിഭജനത്തിന് ശേഷം കൽക്കട്ടയിൽ വലിയ കലാപം നടന്നു. കൽക്കട്ടയും പഞ്ചാബും കത്തിപ്പടർന്നു. കൽക്കട്ടയിൽ കലാപം തുടങ്ങുമ്പോൾ ഗാന്ധിജി കൽക്കട്ടയിലുണ്ട്. ബംഗാളിൽ കലാപം പടർന്നു. ഗാന്ധിജി നിരാഹാരം ആരംഭിച്ചു. ഗാന്ധിയുടെ നിരാഹാരം ആരംഭിച്ച് 3-ാം ദിവസം കൽക്കട്ട ശാന്തമായി. പഞ്ചാബില് വിഭജന കാലത്ത് ലഹള തടയാനായി
ഏതാണ്ട് 60,000-ത്തിലധികം പട്ടാളക്കാരെ നിയോഗിച്ചിരുന്നു. ആ 60,000 പട്ടാളക്കാരോളം കാവൽ നിന്നിട്ടും പഞ്ചാബിൽ ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ഗാന്ധിജിക്ക് പിന്നീട് മൗണ്ട് ബാറ്റന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ മൗണ്ട് ബാറ്റൻ പറഞ്ഞു, പഞ്ചാബിൽ ഞങ്ങൾക്ക് 60,000-ത്തിലധികം പട്ടാളക്കാരും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവങ്ങളുമാണ് ഉണ്ടായിരുന്നത്. കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. ആ ഒരാൾ തൻ്റെ ആഴമേറിയ ധാർമ്മിക ബലം കൊണ്ട് തമ്മിൽ പൊരുതി നിൽക്കുന്ന, തമ്മിൽ ഏറ്റുമുട്ടി കൊല്ലാനായി വാളോങ്ങി നിൽക്കുന്ന ക്രുദ്ധരായ മനുഷ്യരെ തൻ്റെ ധാർമ്മിക ബലം കൊണ്ട് ആ അക്രമത്തിൽ നിന്ന്, ചോരച്ചൊരിച്ചിലിൽ നിന്ന് 3 ദിവസം കൊണ്ട് അദ്ദേഹം സമ്പൂർണമായി പിൻവലിപ്പിച്ചു. ആ ശക്തി കൂടിയായിരുന്നു ഗാന്ധിയുടെ. ഇങ്ങനെ മതമെന്നതിനെ ഹിംസയല്ല, മതമെന്നതിനെ ധാർമ്മികമായൊരു മൂല്യമാണ് എന്ന് മതവിശ്വാസികളെ പഠിപ്പിക്കാൻ ഗാന്ധിജി നടത്തിയ ശ്രമമാണ് ഹിന്ദുത്വത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കിയത്. കാരണം ഹിന്ദുത്വം മതത്തെ കാണാൻ ശ്രമിച്ചത് മതമെന്നത് അക്രമോത്സുകമായ ഒരു ബലമാണ് എന്നാണ്. ഇന്നിപ്പോൾ അത് ഹിന്ദുത്വത്തിന്റെ മാത്രമൊന്നുമല്ല കേട്ടോ. മഹാഭൂരിപക്ഷം മതവിശ്വാസത്തിലേക്ക് നോക്കിക്കോളൂ. മതവിശ്വാസം എന്നത് തൻ്റെ മതത്തിലും തൻ്റെ ബോധ്യത്തിലുമുള്ള അന്തിമമായ ശരിയിലുള്ള വിശ്വാസമായി മാറിയിരിക്കുന്നു. നിങ്ങൾ മറ്റൊരാളോട് സംവദിക്കുന്നതിൻ്റെ പേരല്ല, അത് മുമ്പോട്ട് വയ്ക്കുന്ന മൂല്യത്തിൻ്റെ പേരല്ല, അത് പകരുന്ന ധാർമ്മിക ശക്തിയുടെ പേരല്ല, മറിച്ച് ആചാരഭ്രാന്തിൻ്റെ പേരാണ് മതം എന്ന് വരുന്നു. അത് സ്ഥാപനങ്ങളും പൗരോഹിത്യവും പള്ളിയും അമ്പലവുമാണ് എന്ന് വരുന്നു. അത് സ്നേഹമാണ് എന്ന് വരുന്നില്ല, അത് കാരുണ്യമാണെന്ന് വരുന്നില്ല, അത് സാഹോദര്യമാണ് എന്ന് വരുന്നില്ല, അത് ഏകതയാണ് എന്ന് വരുന്നില്ല. വരുന്നത് ആചാരമാണ്, പള്ളിയാണ്, അമ്പലമാണ്, ചടങ്ങാണ്. ഗാന്ധിജി അമ്പലത്തിൽ പോയിട്ടേ ഇല്ല. അദ്ദേഹം അമ്പലങ്ങളിൽ പോകുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ഈ വലിയ കുംഭമേളകളെയൊക്കെ ജീർണതയുടെ ആവിഷ്കാരങ്ങളായി കണ്ട ആളാണ്. കാരണം മതം എന്നത് അതിൻ്റെ ഉത്തമമായ അർത്ഥത്തിൽ നിങ്ങളെ മറികടന്ന് മറ്റൊരാളിലേക്ക് കൂടി നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ധാർമ്മിക ശക്തിയായി പ്രവർത്തിക്കണം എന്ന് കരുതി. അതുകൊണ്ട് മതത്തെ സഹിഷ്ണുതയുടെ, മതത്തെ സാഹോദര്യ ഭാവനയുടെ, മതത്തെ മതേതരം കൂടിയായ ആത്മീയ ഭാവനയുടെ ഒരാധാരമായി, അതാണ് ഞാൻ നേരത്തെ മതത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ വാക്യങ്ങൾ പറഞ്ഞത്. പ്രപഞ്ചത്തിന്റെ ധാർമ്മികമായ ഒരു ക്രമീകരണമാണ് മതം. പ്രപഞ്ചത്തിന്റെ ഒരു ധാർമ്മിക ക്രമത്തിന്റെ പേരാണ് മതം. അതല്ലാതെ താൻ കൊണ്ടു നടക്കുന്ന ഏതോ ചില ആചാരങ്ങളുടെ പേരല്ല, ഈ ആചാരങ്ങളിലുള്ള അന്തിമമായ വിശ്വാസത്തിന്റെ പേരല്ല. നമ്മൾ 2 കൊല്ലം മുമ്പ് കണ്ടത് ഈ ആചാരമാണ് മതത്തിന്റെ കാതൽ എന്നാണ്. ഈ ആചാരം മുഴുവൻ റദ്ദായി പോകാനായിട്ട് ഒരു കൊറോണ മതിയായി. ഇതിന്റെ നിരർത്ഥകത ഇത്ര പെട്ടെന്ന് മനുഷ്യർക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുമെന്ന് ആരും കരുതിയതല്ല. അല്ലെ, തൃശ്ശൂർ പൂരം കഴിഞ്ഞ കൊല്ലം നടന്നില്ലല്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഞാൻ ആ പൂരം നടക്കാത്തത് നല്ലതെന്ന് പറയല്ല. ആചാരങ്ങൾക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ ലോകം അപ്പാടെ സ്തംഭിച്ചു പോകും എന്ന് ആക്രോശം മുഴങ്ങിയ തെരുവുകളാണല്ലോ കേരളത്തിലെ മുഴുവൻ തെരുവുകളും. അതേ തെരുവുകളിലാണ് എല്ലാ ആചാരങ്ങളെയും സ്തബ്ധമാക്കിക്കൊണ്ട് ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇത്രമേൽ ചെറിയൊരു വൈറസ് കൊണ്ട് ഇല്ലാതായി പോകാവുന്ന ഒന്നാണ് എന്ന് മലയാളിയോട് വളരെ നന്നായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 1 വർഷം കടന്നുപോയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ഭ്രാന്തുള്ളവർ പഠിക്കുന്ന കരുതിയിട്ടൊന്നുമല്ല കേട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടെങ്കിൽ ഈ ഭ്രാന്തിലെത്തൂല. കാരണം ഇത് തിരിച്ചറിയാൻ കൊറോണയൊന്നും വേണ്ട. എത്രയോ ആചാരങ്ങൾ മാറി മാറി പോയതാണ്. ആചാരങ്ങളൊക്കെ എത്രയോ മാറിപ്പോയതാണ്. ഗാന്ധിജി മതത്തെ ആചാരമായിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രമായിരുന്നില്ല പ്രധാനം, അദ്ദേഹത്തിന് പൗരോഹിത്യമോ സ്ഥാപനങ്ങളോ ഒന്നും ആയിരുന്നില്ല പ്രധാനം, മറിച്ച് അദ്ദേഹത്തിന് മൂല്യങ്ങളായിരുന്നു പ്രധാനം. ആ മൂല്യത്തെ മതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് മതത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കലാണ് എന്നാണ് ഗോഡ്സെ കരുതിയത്. അതാണ് ഗോഡ്സെ ഗാന്ധിജിക്കെതിരെ നൽകിയ കുറ്റപത്രം. ഗോഡ്സെ ഗാന്ധിജിക്കെതിരെ ഉയർത്തിയ ഏറ്റവും പ്രധാന വിമർശനം അഹിംസയെ ഹിന്ദുമതത്തിന്റെ കേന്ദ്രമായി അവതരിപ്പിച്ച് ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തി, ഹിന്ദുമതത്തെ ക്ഷീണിതമാക്കി.
അങ്ങനെ മതത്തിന്റെ ശക്തിയെ തകർത്തു എന്നാണ്. കാരണം നിങ്ങൾ ഏകം എന്ന് പറയുകയും അദ്വൈതം എന്ന് പറയുകയും ഈ രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് വന്നാൽ ഈ ഏകത്തെ മറ്റെല്ലാവരിലേക്കും പടർന്നു കയറുന്ന ഒരു മൂല്യമായി, മറ്റെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു ബോധ്യമായി, അതിന്റെ ധാർമ്മിക ബലമായി നിങ്ങളുടെ ദൈവബോധം മാറുകയും ചെയ്താൽ വാസ്തവത്തിൽ മതം ആ മതത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ മുസൽമാനില്ല, ക്രിസ്ത്യാനില്ല. അതാ ഗുരു പറഞ്ഞത്, ഒരു ജാതി. ഗുരു അദ്വൈതിയായിരുന്നു, അദ്വൈതം പ്രസംഗിച്ച ആളല്ല, അനുഭവിച്ച ആളല്ല. അനുഭവിക്കുമ്പോൾ ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ അപ്പുറത്തൊരാളില്ല. ഗുരുവിനെ കാണാൻ ഒരു ക്രൈസ്തവ പുരോഹിതൻ വരുന്നുണ്ട്. അദ്ദേഹം ഗുരുവിനോട് ദീർഘമായി സംസാരിച്ചിട്ട് പറയും, അങ്ങ് ക്രിസ്തു മതത്തിൽ ചേരണം എന്ന് പറയും. അപ്പൊ ഗുരു ആ ക്രൈസ്തവ പുരോഹിതനോട് ചോദിക്കും, താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറഞ്ഞു 40 വയസ്സായെന്നോ മറ്റോ മറുപടി പറഞ്ഞു. അപ്പൊ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനിയാണല്ലോ. അത് വെറുതെ പറയണതല്ല കേട്ടോ. കാരണം ഈ ക്രൈസ്തവമായൊരു മൂല്യം എന്നാൽ എന്താണ്? ക്രൈസ്തവതയുടെ ആധാരം എന്താണ്? അത് പള്ളിയല്ല, അത് മാർപ്പാപ്പയല്ല. പള്ളിയും മാർപ്പാപ്പയൊക്കെ മതമായി തീരുന്നത് നിങ്ങൾ മതത്തെ സ്ഥാപനവും ആചാരവുമായി കാണുമ്പോഴാണ്. മതത്തെ ധാർമ്മിക മൂല്യമായി കണ്ടാൽ, മതത്തെ അതിന്റെ കാതലായ മൂല്യമായി കണ്ടാൽ, ക്രൈസ്തവത എന്നത് സ്നേഹമാണ്. എന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. ഈ സ്നേഹം എന്നതിൽ ആണ് നിങ്ങളുടെ മതത്തിന്റെ കാതലെങ്കിൽ ഗുരു പറഞ്ഞത്, ഞാൻ എന്നേ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന് മലയാള ഭാഷ നൽകിയ ഏറ്റവും വലിയ വിശേഷണം ഗുരുവിൻ്റെതാണ്, പരമേശ പവിത്രപുത്രൻ. നിങ്ങൾ അനുകമ്പാദശകം വായിച്ചു നോക്കിയാൽ കാണാം, പരമേശ പവിത്രപുത്രൻ. ഇന്ന് തൻ്റെ മതത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ദൈവാവതാരത്തെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ ആത്മബലമുള്ള ഒരു സന്യാസിയും കേരളത്തിലില്ല. അതാണ് ഗുരുവിൽ നിന്ന് നമ്മുടെ കാലത്തേക്കുള്ള അകലം. നബിയെ ഗുരു വിശേഷിപ്പിച്ചത് കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ്. നിങ്ങൾ കുറെ പേരൊക്കെ അനുകമ്പാദേശമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലിങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നൊക്കെ ചോദിക്കും. ഗാന്ധിജിക്ക് മുമ്പേ, ഗാന്ധിജി പിൽക്കാലത്ത് പറഞ്ഞ വഴിയിൽ ആദ്യമേ എത്തിയ ആളുടെ പേരാണ് നരേന്ദ്രമോദി. ഗാന്ധിജി 40കളിലൊക്കെയാണ് ഈ വഴിയിലെത്തിയത്. അതുവരെ ഗാന്ധിജി താനൊരു ഹിന്ദുവാണ് എന്നതിൽ ഉറച്ചു നിന്നത്. ഗുരു വളരെ മുമ്പേ ഈ മതത്തിന്റെ ആചാരപരതയെ മറികടന്ന ഒരാളാണ്. പല മതസാരവുമേകം എന്നായിരുന്നു ഗുരുവിന്റെ വഴി. പല മതസാരവുമേകം എന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം എന്ന് ഗുരു പറയും. മതം പലതാണെന്നുള്ളത് പാമരത്വമാണ്, മതം പലതാണെന്നുള്ളത് വിവരക്കേടാണ്. ആനയെ കണ്ട അന്ധനെ പോലെ വിവരക്കേടിലാണ് നിങ്ങൾ മതം പലതാണ് എന്ന് കരുതുന്നത് എന്ന് 1924 ഗുരു എഴുതി ആത്മോപദേശതകം. ആത്മോപദേശതകത്തിൽ ഗാന്ധി പിന്നെത്തിയ വഴിയുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം. ഈ അപരവുമായി ചേർന്ന് നിൽക്കലാണ് മതം. അതാണ് ഗാന്ധിജി പറഞ്ഞത്. ലോകത്തെ ആകെ നയിക്കുന്ന ഒരു ധാർമ്മിക ക്രമത്തിന്റെ പേരാണ് മതം. ആ ധാർമ്മിക ക്രമത്തിൽ ഇന്ന് നാം കാണുന്ന മതത്തിന്റെ അതിർത്തികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത് ഹിന്ദു, മുസൽമാൻ, മുസ്ലിം, ഇസ്ലാം, ക്രിസ്ത്യാനി, പാഴ്സ്, സിഖ് തുടങ്ങിയതിനൊക്കെ മറികടക്കും. ഇങ്ങനെ മതത്തെ അതിനകമേ ഒരു ധാർമ്മിക ശക്തിയായി വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഒരു ഭാഗത്ത്, ഔപചാരിക മതത്തെ മുൻനിർത്തി രാഷ്ട്രത്തിന്റെ ദേശീയതയെ നിർവചിക്കാനുള്ള ശ്രമത്തിനെതിരെ മതാതീതമായ ഒരു ജനാധിപത്യ ബഹുജന ദേശീയതാ സങ്കല്പത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം മറുഭാഗത്ത്. ഇത് രണ്ടും കൂട്ടിയിണക്കിയ ആളായിരുന്നു ഗാന്ധി.
ഗാന്ധിജി മതത്തിനുള്ളിൽ പ്രവർത്തിച്ചു, മതാതീതമായ ഒരു ജനകീയ ദേശീയതയുടെ ആധാരമായും പ്രവർത്തിച്ചു. ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിനെതിരായ 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശന സ്ഥാനങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഗോഡ്സെ പറഞ്ഞത്, അഹിംസയെ മതത്തിലേക്ക് കൊണ്ടുവന്ന് മതത്തെ ദുർബലപ്പെടുത്തി. 2, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്ക് തുല്യമായ പരിഗണന നൽകി. 3-ാമത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഹിന്ദുസ്ഥാനി ഭാഷയെ പ്രധാനമായി കണ്ടു. ഗാന്ധിജി ഹിന്ദുസ്ഥാനിക്ക് വേണ്ടി നിലക്കൊണ്ടാണ്, ഹിന്ദിക്ക് വേണ്ടിയല്ല കേട്ടോ. ഇന്നത്തെ ഹിന്ദി സംസ്കൃതബദ്ധമായ ഹിന്ദിയാണ്. ഗാന്ധിജി വാദിച്ചുകൊണ്ടിരുന്നത് ഹിന്ദിക്ക് വേണ്ടിയല്ല, ഹിന്ദുസ്ഥാനിക്ക് വേണ്ടിയാണ്. ഹിന്ദുസ്ഥാനി പ്രധാനമായിട്ടും ഉറുദു കൂടി കലർന്നുണ്ടാകുന്ന ഹിന്ദിയാണ്. അങ്ങനെ ഉറുദു കൂടി കലർന്ന 2 വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ഭാഷകൾ കൂടിക്കലർന്നൊരു ഭാഷ ഇന്ത്യയുടെ ദേശീയ ഭാഷയാകണം എന്നതായിരുന്നു ഗാന്ധിയുടെ കാഴ്ചപ്പാട്. അതാണ് ഗാന്ധി ഹിന്ദുസ്ഥാനിക്ക് വേണ്ടി വാദിച്ചത്. ഗോഡ്സെ ഹിന്ദുസ്ഥാനിയെ വിശേഷിപ്പിക്കുന്നത് തന്തയില്ലാത്ത ഭാഷ എന്നാണ്, ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്ന് അദ്ദേഹം ഈ അവസാനത്തെ കോടതി മൊഴിയിൽ പറയുന്നു. ഇങ്ങനെ ഗാന്ധിജി രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച ദേശീയതാ സങ്കല്പത്തെയും മതസങ്കല്പത്തെയും ഈശ്വര സങ്കല്പത്തെയും അതിന്റെ മറുപുറത്ത് നിന്ന് കടന്നാക്രമിച്ച ഒരു പാരമ്പര്യത്തെയാണ് നമ്മൾ ഹൈന്ദവ വർഗീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൈന്ദവ വർഗീയതയും ഗാന്ധിയും തമ്മിലുള്ളത് അവസാനിക്കാത്ത ശത്രുതയുടെ, അവസാനിക്കാത്ത വൈരുദ്ധ്യത്തിന്റെ ഒരു ലോകമാണ്. ആ അവസാനിക്കാത്ത ശത്രുതയാണ് വാസ്തവത്തിൽ ഗോഡ്സെയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഗോഡ്സെ ഒറ്റയ്ക്കൊരാളുടെ പേരല്ല, ഗോഡ്സെ ഒരു പാരമ്പര്യത്തിന്റെ, ഒരു ലോകവീക്ഷണത്തിന്റെ പേരാണ്. ആ പാരമ്പര്യം മതവർഗീയതയുടെ, മതരാഷ്ട്രവാദത്തിന്റെ പാരമ്പര്യമാണ്. അത് മതത്തെ അടിസ്ഥാനപരമായി സ്ഥാപനങ്ങളും ആചാരങ്ങളുമായി കാണുന്നു. അത് മതത്തെ ഹിംസാത്മകമായ ശക്തിയായി കാണുന്നു. അത് മതത്തെ അന്യമതങ്ങളെ ആക്രമിച്ച് കീഴടക്കി കീഴ്പ്പെടുത്തി നിർത്തലാണ് രാഷ്ട്രത്തിന്റെ മൗലികമായ വിജയം എന്ന് കരുതുന്നു. ഇതാണ് ഗാന്ധിജിക്കെതിരെ സവർക്കർ മുതൽ ആരംഭിക്കുന്ന ഹിന്ദുത്വത്തിന്റെ കടന്നാക്രമണങ്ങളുടെ പേര്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗോഡ്സെ ഒരാളല്ല. ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ട തീയുണ്ടകൾ ഗാന്ധിയുടെ മാറു പിളർന്നിടത്ത് അവസാനിച്ചുമില്ല. പിന്നെ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്ര ശരീരത്തിലൂടെ ആ വെടിയുണ്ടകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും സഞ്ചരിക്കുന്നു. ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് വീഴ്ത്തിയത് ആ വെടിയുണ്ടയാണ്. ധാബോൽക്കറെ, കൽബുർഗിയെ, ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പരസഹസ്രം മനുഷ്യരെ വെടിവെച്ച് വീഴ്ത്തിയത്, ഇല്ലാതാക്കിയത്, കലാപങ്ങളായി മനുഷ്യരെ വെട്ടിപ്പിളർന്നത്, ഗർഭിണികളുടെ വയറ് കീറിയത്, ശിശുക്കളെ കൊന്നൊടുക്കിയത് ഈ വെടിയുണ്ടയുടെ പാരമ്പര്യമാണ്. ആ വെടിയുണ്ടയുടെ പാരമ്പര്യം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ രാഷ്ട്ര ശരീരത്തിന്റെ കേന്ദ്രമായി കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ഗാന്ധിജിയെ ഇന്ത്യൻ ഭരണകൂടം സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിജിയെ ഇന്ത്യൻ ഭരണകൂടം സ്വാംശീകരിക്കുകയും ഗാന്ധിയുടെ അടയാളങ്ങൾ തങ്ങളുടെ പ്രചരണ പരിപാടിയുടെ മുദ്രകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. സ്വച്ഛ ഭാരതം എന്ന നമ്മുടെ അഴുക്ക് വാരി കളയുന്ന, തെരുവ് വൃത്തിയാക്കുന്ന കാര്യപരിപാടിയുടെ പ്രതീകമായി ഗാന്ധിയുടെ ചിത്രം കാണാം, ഗാന്ധിയുടെ കണ്ണട കാണാം. ഗാന്ധിജി ഇന്ത്യൻ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ അഴുക്കിന്റെ പേരായിരുന്നു വർഗീയത എന്ന്. അദ്ദേഹം ഈ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ജീവിത പരിസരത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചതായിരുന്നു ഹിംസാത്മകത, അന്യമത വിദ്വേഷം, അപരനിന്ദ, ശത്രുതാബോധം. ഇതില്ലാതാക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചത്. ഇതെല്ലാം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പാരമ്പര്യം ഗാന്ധിജിയെ ഒരടയാളമാക്കി മാറ്റുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് ഈ ശീർഷകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നിച്ചിരിക്കാം എന്ന്. ഒന്നിച്ചിരിക്കാൻ കഴിയില്ല, വിഭജിതമായൊരു സമൂഹമാണ് നമ്മൾ എന്ന് നമ്മോട് പല നിലയ്ക്ക് പറയുന്ന, അത് നമ്മെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ക്രമത്തിനെതിരെ, ഒരു ജീവിത ബോധ്യത്തിനെതിരെയുള്ള ഏറ്റവും വലിയൊരു സമരമുഖമായി ഗാന്ധിജിയുടെ ഓർമ്മ മാറുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം.
ഗാന്ധിജി വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ടിലെ വലിയ തത്വചിന്തകന്മാരിൽ ഒരാൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഗാന്ധിജി ഒരു ഔദ്യോഗിക ചിന്തകനല്ല, ഔദ്യോഗിക തത്വചിന്തകനല്ല, ദാർശനികനല്ല. അദ്ദേഹം ഒരു ഓർഗാനിക് തിങ്കറാണ്, ഒരു ജൈവ ചിന്തകനാണ് എന്ന്. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് കണ്ട കാര്യങ്ങൾ, താൻ അറിഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്നാണ് അദ്ദേഹം തന്റെ ആശയങ്ങളെ വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഗാന്ധിജി നമ്മുടെ ഉപഭോഗപ്രധാനമായ ജീവിതത്തിന്റെ വലിയ വിമർശകനായിരുന്നു. ഗാന്ധിജി പറയുന്നൊരു വലിയ വാക്യമുണ്ട്, ദിസ് വേൾഡ് ഹാസ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരിവൺസ് നീഡ് ബട്ട് നോ വൺസ് ഗ്രീഡ് എന്ന്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഈ ഭൂമിക്ക് കഴിയും, പക്ഷെ ഒരാളുടെ പോലും ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. വാസ്തവത്തിൽ മുതലാളിത്തം എന്ന ജീവിതക്രമത്തിനെതിരെ ഉണ്ടായ ഏറ്റവും നിശിതമായ വിമർശനങ്ങളിൽ ഒന്നിതാണ്. കാരണം മുതലാളിത്തം അടിസ്ഥാനപരമായി ചെയ്യുന്നത് ഭ്രാന്തമായ ആർത്തിയെ ഉണ്ടാക്കലാണ്. നിങ്ങൾ ആവശ്യങ്ങളിൽ ജീവിക്കുന്നതിന് പകരം ആർത്തിയിൽ ജീവിക്കുകയും ആർത്തികളൊക്കെ പടിപടിയായ ആവശ്യങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ജീവിതക്രമത്തിന്റെ പേരാണ് മുതലാളിത്തം എന്ന്. അതുകൊണ്ട് നമുക്ക് എത്ര ചെരുപ്പ് വേണമെന്നത് നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് പരസ്യക്കാർ നൽകുന്ന നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. നാം ധരിക്കുന്ന വസ്ത്രം, നാം ധരിക്കുന്ന ചെരുപ്പ്, നമ്മുടെ ഉപയോഗ സാമഗ്രികൾ, ഇതൊക്കെ ആവശ്യങ്ങളിൽ നിന്നല്ല, ഇതൊക്കെ ആർത്തികളിൽ നിന്നാണ്. ഈ ആർത്തിയെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ആധുനിക തന്ത്രത്തിന്റെ പേരാണ് വാസ്തവത്തിൽ പരസ്യം. റൈമണ്ട് വില്യംസ് എന്ന ചിന്തകൻ പരസ്യത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, അത് അഭിലാഷ നിർമ്മാണമാണ്, മോഹനിർമ്മാണമാണ്. മനുഷ്യരെ ഒന്നിനു പുറകെ ഒന്നായി മോഹങ്ങളുടെ പിടിയിലേക്ക് കൊണ്ടുപോവുക. ഇന്ന വാച്ച് ധരിക്കുമ്പോൾ ഞാൻ കേമനായി തീരുന്നു എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുക, ഇന്ന ബ്രാൻഡ് ഷർട്ട് ധരിക്കുമ്പോൾ ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ആളാവും എന്നെ ധരിപ്പിക്കുക. അങ്ങനെ ഞാനെന്ന് പറയുന്നത് ഞാൻ ധരിക്കുന്ന ചെരുപ്പായി, എൻ്റെ ഷർട്ടായി, എൻ്റെ വാച്ചായി, ഞാൻ ധരിക്കുന്ന പലമാതിരി ഉപകരണങ്ങളായി ഞാൻ മാറിത്തീരുകയും ഇതെല്ലാം കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാനെന്ന് വരികയും ചെയ്യും. ഇങ്ങനെ മനുഷ്യാവസ്ഥയെ ഉപഭോഗത്തിന്റെ ഒരു ആധാരം മാത്രമായി കാണുകയും ഉപഭോഗത്തിന്റെ ഒരു ആധാരതന്തു മാത്രമായി മനുഷ്യനെ ചുരുക്കുകയും ചെയ്യുന്ന ജീവിതക്രമത്തോടാണ് ഗാന്ധിജി ഇടയാൻ ശ്രമിച്ചത്. അത് മുതലാളിത്തത്തിനെതിരായ ആഴമേറിയ വിമർശനമായിരുന്നു. ഈ ലോകത്തെ ആവശ്യങ്ങളിൽ നിർത്താൻ കഴിയണം. ഗാന്ധിജി 1930-കളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഇന്ത്യ ബ്രിട്ടനെ പോലെ ആകേണ്ടതില്ല. അദ്ദേഹം അപ്പൊ പറയുന്ന ഒരു കാര്യം, അന്ന് ബ്രിട്ടനിൽ 3 കോടി ജനങ്ങൾ, ഇന്ത്യയിൽ അന്ന് ഏതാണ്ട് 30 കോടി മനുഷ്യർ. ഗാന്ധിജി പറഞ്ഞത് 3 കോടി ജനങ്ങളുള്ള ഒരു ചെറിയ ദ്വീപരാഷ്ട്രം ലോകാധിപത്യം നേടിയപ്പോ ലോകം ഇതുപോലെ ഹിംസാത്മകമായി തീർന്നെങ്കിൽ 30 കോടി ആളുകളുള്ള ഇന്ത്യ ആ സ്ഥാനത്തെത്തിയാൽ ലോകം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് പാശ്ചാത്യ നാഗരികത മുതലാളിത്തം ഉണ്ടാക്കിയ ജീവിതക്രമത്തിന്റെ മാതൃകയിൽ വളർന്നുകൊണ്ടേയിരിക്കലല്ല മനുഷ്യവംശത്തിന്റെ മുമ്പിലെ ആദർശം എന്ന് ഗാന്ധിജി മുമ്പേ കരുതിയിരുന്നു. ഗാന്ധിജി പാശ്ചാത്യ വിരുദ്ധനല്ല. നമ്മളിപ്പോ പലപ്പോഴും കരുതുന്നത് ഗാന്ധിജി പാശ്ചാത്യതയ്ക്കെതിരും അദ്ദേഹം ആത്മീയവാദിയും ഭാരതീയവാദിയും ഒക്കെയാണെന്നാണ്. അങ്ങനെയല്ല. ഗാന്ധിജിയുടെ അടിസ്ഥാന പ്രശ്നം ഈ ജീവിതക്രമം നിലനിൽക്കില്ല, ഈ ജീവിതക്രമം ചുരുക്കം പേർക്ക് മാത്രം സാധ്യമാകുന്നതാണ്. അവസാനത്തെ ആളെ ഇത് പരിഗണിക്കില്ല. ഗാന്ധിജി അവസാനത്തെ ആൾക്ക് കൊടുത്തൊരു പേരുണ്ട്, അന്ത്യജൻ, അന്ത്യോദയം. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആശയമായിരുന്നു. അവസാനത്തെ ആളുടെ ഉദയത്തിലാണ് ജനാധിപത്യം, അവസാനത്തെ ആളുടെ ഉദയത്തിലാണ്. അതല്ലാതെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഒരു അഭിപ്രായം അടിച്ചേൽപ്പിക്കലല്ല. ഭൂരിപക്ഷത്തിന്റെ പേരിൽ 100-ൽ 90 പേരുള്ള ചേർന്ന് 10 പേരെ ഇല്ലാതാക്കുന്നതിന്റെ പേരല്ല ജനാധിപത്യം, മറിച്ച് ഈ 10 പേരിൽ അവസാനത്തെ ആൾക്ക് ഉയർന്നു വരാനുള്ള ഇടം ഉറപ്പാക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം. ആ അന്ത്യോദയം എന്നൊരാദർശമായി ഗാന്ധിജി കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മുതലാളി മതവർഗീയതയുടെ രാഷ്ട്രീയ യുക്തിക്കും മതവർഗീയതയുടെ മതസങ്കല്പത്തിനുമെതിരെ പൊരുതുക, മറുഭാഗത്ത് ആധുനിക മുതലാളിത്തം രൂപപ്പെടുത്തിയ
മത്സരാധിഷ്ഠിതമായ അന്യോന്യ വിദ്വേഷം നിറഞ്ഞ മാത്സര്യത്തിൻ്റെതായ ജീവിതക്രമത്തെ കൈയൊഴിയുക, ഇത് രണ്ടും കൂട്ടിയിണക്കുന്ന ഒരു രാജ്യം ആ ഇന്ത്യ മാറണം എന്നതായിരുന്നു ഗാന്ധിയുടെ ആഗ്രഹം. അതിനെയാണ് അദ്ദേഹം സ്വരാജ് എന്ന് വിളിച്ചത്. അതുകൊണ്ട് സ്വരാജ് എന്നത് ചെറിയൊരു വാക്കല്ല. സ്വരാജ് എന്നതിൽ ഗാന്ധിജി വാസ്തവത്തിൽ രണ്ട് വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു ഭാഗത്തത് മുതലാളിത്ത വ്യാവസായിക നാഗരികതയുടെ ജീവിതക്രമത്തിനെതിരായ വിമർശനമാണ്. മറുഭാഗത്ത് മതവർഗീയവാദം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച മതരാഷ്ട്രത്തിന്റെ, മതാധിഷ്ഠിതമായ ദേശീയതയുടെ, ഹിംസാത്മകമായ മതബോധത്തിന്റെ വലിയ വിമർശനമായിരുന്നു ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയം. അങ്ങനെ രണ്ട് വിമർശനങ്ങളെ ഒരുപോലെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ രണ്ട് കെടുതികളിൽ നിന്നും മുക്തമായ ഒരു രാജ്യത്തെ രൂപപ്പെടുത്താൻ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് കഴിയണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടം കിട്ടിയില്ല. ഇടം കിട്ടുന്നില്ല എന്ന് ഗാന്ധിജിക്ക് അറിയുമായിരുന്നു. അവസാന കാലത്ത് പ്രാർത്ഥനായോഗങ്ങളിൽ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്യം ടാഗോറിന്റെ കവിതയിലെ വരികളാണ്: നിങ്ങൾ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കുക. ഗാന്ധിജി തനിയെ നടന്നു എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ദിവസം ചെങ്കോട്ടയിൽ പതാക ഉയരുന്ന സമയത്ത് അദ്ദേഹം നവഖാലിയിലാണ്. വർഗീയത വെട്ടിപ്പിളർന്ന, മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്ന, ശവങ്ങൾ ചെതറിക്കിടക്കുന്ന, ചോര പടർന്ന വഴികളിലൂടെ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു സന്ദേശം നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം തനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് സന്ദേശം നൽകാതെ പിൻവാങ്ങുകയാണ് ചെയ്തത്. താൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം, ഒരു ജനതയുടെ സ്വാതന്ത്ര്യം ഇതല്ല എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ മതം ഉണ്ടായിരുന്നില്ല. മതത്താൽ വിഭജിതമാകുന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ ആർത്തിയെ ആവശ്യമായി തെറ്റിദ്ധരിക്കുന്ന ഒരു ജീവിതക്രമം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി പറഞ്ഞ വാക്യത്തിന്റെയൊക്കെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട അന്താരാഷ്ട്ര ശാസ്ത്ര സമിതി IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അവര് 2007-ലോ 2008-ലോ പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ലോക രാജ്യങ്ങളെ പോലെ ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും വികസിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഭൂമി ബാക്കിയുള്ളത് എന്നാണ്. വികസിച്ചതുകൊണ്ടല്ല. കാരണം ഏറ്റവും വികസിതമെന്ന് കരുതുന്ന അമേരിക്കയിലെ ഒരു പൗരന്റെ പ്രതിശീർഷ കാർബൺ ഉത്സർജനം, കാർബൺ എമിഷൻ, അന്തരീക്ഷ വായുവിലേക്ക് ഒരാൾ വിക്ഷേപിക്കുന്ന കാർബൺ 27 ടണ്ണാണ്. ലോകത്തെ ദരിദ്രരായ മഹാഭൂരിപക്ഷം മനുഷ്യരും അന്തരീക്ഷ വായുവിലേക്ക് വിക്ഷേപിക്കുന്നത് 300-400 കോടി മനുഷ്യർ അന്തരീക്ഷ വായുവിലേക്ക് അവരിൽ നിന്നെത്തുന്നത് 1.5 ടൺ 2 ടണ്ണാണ്. 27 ടൺ പ്രതിശീർഷ കാർബൺ ഉത്സർജന ശേഷി ലോകത്തെ 750 കോടി ആളുകൾക്ക് കൈവന്നാൽ ഭൂമി ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വികസിതമായ ഈ ജീവിതക്രമം ഉണ്ടല്ലോ, ആ ജീവിതക്രമം ലോകം മുഴുവൻ നടപ്പായാൽ ലോകം ബാക്കിയുണ്ടാവില്ല. അസാധ്യമായൊരു ജീവിതമാണ്. മനുഷ്യവംശത്തിന് മുഴുവൻ മനുഷ്യർക്കും സാധ്യമല്ലാത്ത ഒരു ജീവിതത്തെയാണ് മുതലാളിത്തം ഉയർത്തിക്കൊണ്ടുവന്നത്. അതാണ് കാർബൺ എമിഷൻ നമ്മോട് പറഞ്ഞത്. 27 ടൺ പ്രതിശീർഷ കാർബൺ എമിഷനുമായി നമ്മുടെ ലോകത്തെ മുഴുവൻ മനുഷ്യരും എത്തിപ്പെട്ടാൽ ലോകത്തിന് തുടരാൻ കഴിയില്ല. ഗാന്ധിജി തന്നെ ഇതൊന്നും എത്തുന്നതിന് വളരെ മുമ്പേ ഗാന്ധിജി ഈ വാക്യത്തിൽ ഇത് സംഗ്രഹിച്ചു: ദിസ് വേൾഡ് ഹാസ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരിവൺസ് നീഡ് ബട്ട് നോ വൺസ് ഗ്രീഡ്. ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, ആവശ്യത്തെ തൃപ്തിപ്പെടുത്താം. ഒരാൾക്ക് താമസിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം എന്നത് വാസ്തവത്തിൽ കേരളത്തിൽ നമുക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം കേരളത്തിൽ പണിതുയർത്തപ്പെടുന്ന വീടുകളിൽ താമസിക്കുക എന്ന ആവശ്യവും തൻ്റെ ദുരഭിമാനത്തിന്റെ പ്രദർശനശാലയായി തൻ്റെ വീടിനെ മാറ്റി തീർക്കുക എന്ന ആർത്തിയും തമ്മിൽ എത്ര ബന്ധമുണ്ട് എന്ന് ആലോചിക്കുന്നത്.
അതുകൊണ്ട് ഗാന്ധിയുടെ ഈ വാക്യം വളരെ വലിയൊരു വാക്യമാണ്. കാരണം പ്രകൃതി എന്നത്, ഭൂമിയിലെ വിഭവങ്ങൾ എന്നത് ഈ മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. അത് നിങ്ങളുടെ സമ്പത്തിന് അവകാശപ്പെട്ടതല്ല. പ്രകൃതിയിൽ എല്ലാ ജന്തുജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. ബഷീർ പറഞ്ഞതുപോലെ ആരാണ് ഭൂമിയുടെ അവകാശികൾ? അത് മനുഷ്യന് മാത്രമല്ല, പൂക്കളും ചെടികളും പൂമ്പാറ്റയും പുഴുക്കളും കുറുക്കനും കാക്കയും എല്ലാം ചേർന്നൊരു ലോകം. ആ ലോകത്തിന്റെ രമ്യമായ നിലനിൽപ്പിന്റെ പേരാണ് ജനാധിപത്യം എന്നാണ് ഗാന്ധിജി കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ യുക്തിയിൽ പാരിസ്ഥിതികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായി തീർന്നത്. അദ്ദേഹം സ്വയമേ ഒരു പരിസ്ഥിതി ചിന്തകനായതുകൊണ്ടല്ല, പരിസ്ഥിതിക്ക് വേണ്ടി നേരെ നേരെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടല്ല, മറിച്ച് ആർത്തിക്ക് മുകളിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അത് നിങ്ങളെ ഇല്ലാതാക്കും, നിങ്ങൾ വസിക്കുന്ന ഭൂമിയെയും ഇല്ലാതാക്കും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇങ്ങനെ അഗാധമായ മുഴക്കങ്ങളുള്ള, പാരിസ്ഥിതികമായി, രാഷ്ട്രീയമായി, മതപരമായി, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ തലത്തിൽ ഒക്കെ അഗാധമായ മുഴക്കങ്ങളുള്ള ആശയങ്ങൾ ഒരുപക്ഷെ ഈ പരിവേഷങ്ങളുള്ള ഒന്നുമില്ലാത്ത ഭാഷയിൽ സരളമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാലത്ത് അദ്ദേഹം ഉന്നയിക്കാൻ ശ്രമിച്ച ആശയങ്ങളുടെ വലിപ്പം അത്രയൊന്നും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഗാന്ധിജി ഒരു ആത്മീയ ചിന്തകനാണെന്ന്, അദ്ദേഹം നെഹ്റുവിനെ പോലെ ഒരു പാശ്ചാത്യ പാരമ്പര്യത്തിന് പകരം അദ്ദേഹം പൗരസ്ത്യ പാരമ്പര്യത്തെ പിൻപറ്റിയ ഒരാളാണെന്ന് ഒക്കെയാണ് നാം മനസ്സിലാക്കി പോകുന്നത്. അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ കേവലമായൊരു ഭാരതീയവാദിയോ കേവലമായൊരു പാശ്ചാത്യ വിരോധിയോ ഒന്നുമല്ല, മറിച്ച് പാശ്ചാത്യ നാഗരികത എന്ന പേരിൽ നമ്മെ വിഴുങ്ങുന്ന അക്രമോത്സുകമായ, ഉപഭോഗാസക്തമായ ഒരു ജീവിതക്രമത്തിനെതിരെയാണ് ഗാന്ധിജി ഉയർത്തിയ വിമർശനങ്ങൾ. അദ്ദേഹം മതത്തിനകത്തു നിന്ന് മതത്തിൽ പ്രബലമായ സ്ഥാപനപരതയെയും ഹിംസാത്മകതയെയും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം മതത്തെ ഒരു രാഷ്ട്രശക്തിയാകുന്നതിനെ തടയാൻ